ഞാൻ ചോദിക്കട്ടെ, മഞ്ചേരിയിലെ നിലമ്പൂരിന്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള കരുളായിലെ ഫിറോസിനെ അറിയുമോ നിങ്ങൾക്ക്? ആ ഫിറോസ് മരണപ്പെട്ടത് എങ്ങനെയാണ്? ആ ഫിറോസിന് കരൾ രോഗമായിരുന്നില്ലേ? ആ ഫിറോസിന്റെ വോയിസ് ഉണ്ടായിരുന്നല്ലോ പുറത്ത്. ആ ഫിറോസിന് കരൾ രോഗം ബാധിച്ച് ആദ്യം ഹോമിയോ മരുന്നുകൾ കൊടുത്തു. ഫലമില്ലാതായപ്പോൾ ആയുർവേദത്തിൽ ചികിത്സ നടത്തി. എല്ലാം അദ്ദേഹം തുറന്നു പറയുന്നു. അതിൽ അദ്ദേഹത്തിന് ആശ്വാസമുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സ കേന്ദ്രമാണ് മഞ്ചേരിയിലെ ചരണിയിലെ വഹാബികൾ നടത്തുന്ന ജിന്ന് ചികിത്സാ കേന്ദ്രം. വാർത്തയായതല്ലേ? ഇതൊക്കെ ഞങ്ങൾക്ക് പറയാൻ നിങ്ങൾ അവസരം തരുന്നു. ആ ചെറുപ്പക്കാരന് 26 ദിവസമാണ് മരുന്നും ഭക്ഷണവും നിഷേധിച്ചുകൊണ്ട്, നിന്റെ വയറ്റിൽ ഗണപതി കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരനെ ക്രൂരമായ മർദ്ദനക്ക് ഇരയായി. ആ സഹോദരൻ മരിക്കുന്നതിന് മുമ്പ് പുറത്തുവിട്ട വോയിസ് വേണോ? ഞാൻ തരാം നിങ്ങൾക്ക്. ജമാൽ ചെറുവാടിയുടെ ചികിത്സാ കേന്ദ്രത്തെ കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടതുണ്ടോ? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ ഒട്ടിച്ച പോസ്റ്റർ ഞാൻ കണ്ടു. ആ പോസ്റ്ററിൽ നിങ്ങൾ പറയുന്നത് ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, വിസ്ഡം വിഭാഗം മുജാഹിദിന്റെ നേതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂടെ കഴിഞ്ഞ 12 കൊല്ലമായി നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങൾ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഈ കേരളത്തിലെ മന്ത്രവാദ ചികിത്സക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണോ? ഞാൻ ചോദിക്കുന്നു, ആരാണ് സാജിദ് മൗലവി തിരൂരങ്ങാടി? ഞങ്ങളെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഓൺലൈനിൽ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും പ്രമുഖ നേതാവായ മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ 3 ദിവസം താമസിച്ചുകൊണ്ട് സാജിദ് മൗലവി തിരൂരങ്ങാടിയും തെക്കൻ ജില്ലയിലെ ഒരു പെണ്ണും ചേർന്നുകൊണ്ട് നടത്തിയ ചികിത്സയുടെ തട്ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവന്നു തരാം. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അദ്ദേഹമാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. ഹാരിസ് കായക്കൊടിക്ക് അറിയില്ല ഈ സംഭവം? ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന മൗലവി ശിഹാബ് എടക്കരക്കറിയില്ലേ? അദ്ദേഹം പേര് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നു, ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് 10,000 രൂപയാണ് നിങ്ങൾ ഫീസ് വാങ്ങിക്കുന്നത്. എത്ര കേന്ദ്രങ്ങൾ നിങ്ങളുടെ മുജാഹിദ് മൗലവി ബാലുശ്ശേരിയുടെ പരസ്യമായ പ്രസംഗമുണ്ട്. ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണം, ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണം. റുഖിയ ശറഇയ എന്ന പേരും ഇട്ടുകൊണ്ട് നിങ്ങൾ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ആഹ്വാനം ചെയ്തവരല്ലേ? നിങ്ങൾ ഏത് വിഷയത്തിലാണ് സുന്നികളെ ആത്മീയ ചൂഷണത്തിന്റെ ആളുകളായി പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, അവിടെയാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഒന്ന് വായിക്കേണ്ടത്. ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാരാണ്? ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ്? വിസ്ഡം വിഭാഗം മുജാഹിദുകളെ കുറിച്ചുകൊണ്ട് മറുവിഭാഗം മുജാഹിദ് പറയുന്നത് അവരെ തൗഹീദ് പിഴച്ചിരിക്കുന്നു, അവർ ശിർക്കിലും കുഫറിലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളാണോ ഞങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്? മന്ത് മറ്റേ കാലിലാണെന്നേ ഞാനിപ്പോ പറയുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും കൂടെ എഴുതിയൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ ജിന്നും മിൻസും ഒക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിൽ മനുഷ്യനെ കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് സമയമില്ല. വൈകുന്നേരമായാൽ ജിന്നിന്റെ കഥയായി. ജിന്നിനെ കയറ്റലും കയറ്റിയ ജിന്നിനെ ഇറക്കലും. എത്ര കാലമായി നിങ്ങൾ ഈ ഉമ്മത്തിൽ ഭിന്നത തുടങ്ങിയിട്ട്, ഈ സമുദായത്തിന്റെ ചോര ഊറ്റി കുടിക്കാൻ തുടങ്ങിയിട്ട്? അഹ്ലുസുന്ന വൽ ജമാഅയുടെ സംഘടനാ പ്രവർത്തന മേഖല നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഞങ്ങൾ ആദർശത്തിന് ആദർശം പറയുന്നുണ്ട്. ഈ രാജ്യത്തെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഏത് സംഘടനകളാണെങ്കിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശപരമായ മുന്നേറ്റങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവർ വൈകുന്നേരമായാൽ ഭയങ്കര രസമാണ്. നിങ്ങളെ ഈ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. മലപ്പുറം ജില്ലയിലേക്ക് പരസ്പരം ഇവർ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ ചോദിക്കുന്നു, ഇത് നിങ്ങൾ ഒന്നിച്ചെഴുതിയ പുസ്തകമാണ്?
ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഞാൻ നിങ്ങളുടെ നേതാവിനെ കുറിച്ച് വായിച്ചു തരാം. ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ വ്യക്തി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഈ മനുഷ്യനുണ്ടാക്കിയ പ്രസ്ഥാനമാണിത്. വഹാബി പ്രസ്ഥാനമെന്ന് എതിരാളികളും അതെന്നെ കളവ. ഞങ്ങളാണോ വഹാബി പ്രസ്ഥാനം നിങ്ങളെ വിളിച്ചത്? വഹാബി പ്രസ്ഥാനമെന്ന് എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും വിളിക്കുന്ന ചിന്താധാര ഏതോ അതിന്റെ പ്രഭാവ കേന്ദ്രമായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് 1703 നജിദിൽ പൂജാതനായി. എവിടെയാൾ ജനിച്ചത്? നജിദില്. അള്ളാന്റെ റസൂല് ഞമ്മളെ മുത്തുമാണിക്കക്കല്ല് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടെ ഉമ്മത്തിങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരിക്കൽ അവിടുന്ന് ദ്വാരുന്നത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫിയ യമനിന വ ശാമിന എന്നായിരുന്നു. ഞങ്ങളുടെ യമൻ നാട്ടിലും ഷാം നാട്ടിലും ബറക്കത്ത് തരണം. നജിദിൽ നിന്നുള്ള സ്വഹാബത്ത് അവിടെയുണ്ട്. അവര് പറഞ്ഞു, നബിയെ ഞങ്ങളെ നജിദിനും വേണ്ടി ദോരക്കി നബി എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാന്റെ റസൂല് ദുആ ആവർത്തിച്ചപ്പോഴും നജിദിന് വേണ്ടി ദോരനീല. എന്തേ കാരണോ? ദുആ ചെയ്യാത്തതിന്റെ കാരണം മുത്തുനബി തങ്ങൾ വിശദീകരിച്ചു. ഹുനാക സലാസിലു വൽ ഫിതനു വബിഹാ യത്ലു ഖർനു ശൈത്വാൻ. അവിടെയാണ് പിശാചിന്റെ പാർട്ടി രൂപപ്പെടുക. അള്ളാന്റെ റസൂല് ദീർഘവീക്ഷണത്തോടുകൂടെ അവിടെ പിശാചിന്റെ ചിന്ത പൊട്ടിമുളക്കുമെന്ന് ദീർഘവീക്ഷണം ചെയ്ത സ്ഥലത്ത് പൊട്ടിമുളച്ചവന്റെ പേരാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അയാളിലേക്ക് ചേർത്തിയിട്ടാണ് വഹാബിസം എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോ ആ പേര് ഞങ്ങൾ വിളിക്കുമ്പോ ഒരു മോശം, ഞങ്ങൾ എതിരാളികൾ വിളിച്ചതാണെന്ന്. ഇതേതാ പുസ്തകം എന്നറിയങ്ങള്? പറയുന്നത് മുഴുവനും തെളിവിന്റെ അടിസ്ഥാനത്തിലേ ഞങ്ങൾ പറയൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അമ്മാതിരി ബേജാറുള്ളതൊന്നും അല്ല കേരള മുസ്ലിം ജമാഅത്തിന്റെ SYSന്റെ പ്രവർത്തകരും നേതാക്കളൊന്നും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാരതാ? ഇത് യുവത പുറത്തിറക്കിയ ഇസ്ലാഹി പ്രസ്ഥാനം പിന്നിട്ട പാതകൾ ഹമീദ് കൊച്ചി എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 38ാമത്തെ പേജിൽ എതിരാളികളാണോ വഹാബികൾ നിങ്ങൾ ആ പേരിട്ട് വിളിച്ചത്? നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ട ഒരു കാരണം എനിക്കറിയാം. NBS പുറത്തിറക്കിയ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പരിശോധിച്ച് നോക്കി നിങ്ങൾ. ആരാണ് ആ പുസ്തകം എഴുതിയത്? മാധവൻ പിള്ളയല്ലേ? ആ പുസ്തകത്തിൽ വഹാബി എന്ന് പറയുന്ന വാക്കിന് NBS നിഘണ്ടുവിൽ പറയുന്നത് എന്തറിയോ? മുഹമ്മദീയ വിഭാഗത്തിലെ ഒരു പറ്റം തീവ്രവാദികൾ. അപ്പൊ വഹാബിസം എന്ന് ഞങ്ങളെ പേരല്ല, അത് എതിരാളികൾ ഞങ്ങളെ കളിയാക്കി വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടണ്ട. ഇത് നിങ്ങളുടെ ബുക്കാ. ഈ പുസ്തകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ബേക്കറ്റിൽ റാ എന്നിട്ട് പറയാണ്, പിന്നെ ഹിജ്റ 1115 സൗദി അറേബ്യയിലെ നജിദിൽ ജനിച്ച ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇസ്ലാമിന്റെ ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകം ദർശിച്ച ഏറ്റവും ധീരനായ വിപ്ലവകാരിയും നവോത്ഥാന നായകനുമായിരുന്നു. ലോകമൊട്ടാകെ പ്രവർത്തിക്കുന്ന ഇസ്ലാഹി സംഘടനകൾ വഹാബി പ്രസ്ഥാനം എന്ന നിലയിൽ അറിയപ്പെടുന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ പ്രശസ്തിയെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ഈ പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ വലിയ ഒരു പോരിശയായിട്ടാണ് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ആരാണ് ഇബ്നു അബ്ദുൽ വഹാബ്? അദ്ദേഹത്തിന്റെ ആശയം എന്തായിരുന്നു? അതാണ് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾ ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഞാനത് വായിച്ചു തരാം. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. ഇബ്നു അബ്ദുൽ വഹാബ് തന്റെ ചുറ്റും കണ്ണോടിക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണ്? അയാൾ പരിസരത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അയാൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? മുസ്ലിംകൾ അവരുടെ അടിസ്ഥാന ആദർശമായ കലിമത്തു തൗഹീദിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിരിക്കുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ പറയാ മുസ്ലിങ്ങളെ തൗഹീദ് പഴച്ചിരിക്കുന്നു. ഇതന്നെയാണ് മാണിക്കോത്തിലും മുജാഹിദും വന്നിട്ട് പറയുന്നത്. ഇന്നെ കേട്ട് നിൽക്കണ 60-70 വയസ്സുള്ള വാപ്പാരില്ലേ, അവരെ വാപ്പാരില്ലേ, ഓൽക്കൊന്നും തൗഹീദ് കിട്ടിയില്ലാന്ന്. കിട്ടിയതാർക്ക? ജിന്ന് വിഭാഗം മുജാഹിദിന്. ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളെ തൗഹീദ്. നിങ്ങളെ തൗഹീദ് ഞങ്ങൾക്ക് ആവശ്യേ ഇല്ല. മുസ്ലിമീങ്ങൾ തൗഹീദിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിരിക്കുന്നു. ആരായി പറയുന്നത്? ഇയാളെ സ്വന്തം ബാപ്പ എതിർത്തിട്ടുണ്ട്, സ്വന്തം ഉസ്താദ് എതിർത്തിട്ടുണ്ട്, സ്വന്തം സഹോദരൻ എതിർത്തിട്ടുണ്ട്. അഹങ്കാരിയായി മനുഷ്യൻ ആരെയും അംഗീകരിച്ചില്ല. ഇനി നോക്കൂ ഇയാളെ കുറിച്ച്. ഇയാളെ മൗലിദ് എഴുതി വെക്കാണ് ഇവര്. തന്റെ മുമ്പിൽ കണ്ട എല്ലാത്തരം ശിർക്കിനെയും അന്ധവിശ്വാസങ്ങളെയും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തു. നബിയുടെ ഖബറിങ്കൽ സഹായാർത്ഥന നടത്താൻ പാടില്ലെന്ന് ആണ് അദ്ദേഹം ആദ്യമായി പ്രഖ്യാപിച്ചത്. നൂല് മന്ത്രിച്ചു ഊതുന്നതും
ഇവിടെ ഉള്ള വിഷയം പതക്കല്ലായിരുന്നോ? ഞാൻ എനിക്ക് വരാം, അതെന്നെ എനിക്ക് പറയുള്ളൂ. ഉറുക്ക് കെട്ടുന്നതും മഹാന്മാരുടെ മക്ബറകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നതും തെറ്റാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അയാൾ പറഞ്ഞുകൊണ്ട് മാപ്പിളാർക്ക് തെളിവാവൂല സലഫി. ഇതിന്റെ ഇസ്ലാമികമായ പ്രമാണം ഞങ്ങളെ പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും ചെയ്തോളി. വെറുതെ പഠിക്കാതെ സമുദായത്തെ കാഫറാക്കി നടന്നാ പോരാ. എന്ത് ലാഘവാന്നറിയോ ഈ ഉമ്മത്തിനെ ശിർക്കാരോപിക്കാന്, ഈ ഉമ്മത്തിൽ കുഫ്രാരോപിക്കാന്. എന്നിട്ട് ഇവരെ എഴുതി വെക്കാണ് മക്ബറകൾ പൊളിച്ചു നീക്കുകയും. കണ്ടോ, മക്കാമുകളും മക്ബറകളും പൊളിച്ചു നീക്കി. ഈ കോലത്തിൽ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരാശയത്തിന്റെ പിന്തുടർച്ചയാണ് നമ്മുടെ നാടുകളിൽ വഹാബികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഞാൻ ആദ്യമേ ആ വിഷയത്തിലേക്ക് തന്നെ വരാമെന്ന. ഇവിടെ ഇദ്ദേഹം കാര്യമായി മന്ത്രത്തെ പരിഹസിക്കുന്നത് കണ്ടു, മന്ത്രത്തെ പരിഹസിക്കുന്നത് കണ്ടു, ഏലസ് കെട്ടുന്നതിനെ പരിഹസിക്കുന്നത് കണ്ടു. ഇതൊന്നും ഇസ്ലാം അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറയുന്നു, ഏലസ് അംഗീകരിക്കുന്ന ഏലസ് ഉണ്ട്, വിമർശിക്കപ്പെടേണ്ട ഏലസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇത് ഇന്നും തുടങ്ങിയതല്ല. ഇത് കണ്ടെങ്കിൽ നിങ്ങളെ നേതാവ് ഉമർ മൗലവി, ആ ഉമർ മൗലവി അദ്ദേഹം 94 മെയ് മാസം 20 അയാളെ സൽസബിയില് പത്രാധിപര് ഉമർ മൗലവി ആളെ നോക്കണ്ട തെളിവ് നോക്കുക എന്നതുമുള്ള തന്നെ. ആളെ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ വായിക്കലുണ്ടാവില്ല, നിങ്ങൾ തെളിവ് നോക്കിയാൽ മതി. കണ്ടോ നിങ്ങൾ ഇതിന്റെ 25-ാമത്തെ പേജിൽ ഇയാൾ എഴുതി വെച്ച വരിയൊന്നും ഞാൻ കാണിച്ചു തരാം. ഈ ഉറുക്ക് കെട്ടുന്നതിന് ഉറുക്കുണ്ടാക്കി കൊടുക്കുക, ഏലസ് ഉണ്ടാക്കി കൊടുക്കുക, നൂല് മന്ത്രിച്ചു കൊടുക്കുക, വെള്ളം മന്ത്രിച്ചു കൊടുക്കുക, ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഇതിന് മുന്നിൽ നിൽക്കുന്ന സാദാത്തുക്കളെ വിമർശിച്ചുകൊണ്ട് ഇയാൾ എഴുതിയ തോന്നിയാസത്തിന്റെ വരിയൊന്നും ഞാൻ വായിച്ചു തരാം. ആദരണീയരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഇദ്ദേഹം വിമർശിക്കുന്ന രീതി ഞാൻ ചോദിക്കട്ടെ. എന്റെ കയ്യിൽ ഒരു CD ഉണ്ട്, മുജാഹിദ് ഇറക്കിയ CD. ആ CD ജിദ്ദ ഇസ്ലാഹി സെന്റർ ഇറക്കിയതാ. ഞാൻ തരാം ആ CD. ആ CD-യിൽ കാണിക്കുന്നത്, നിങ്ങൾ പാണക്കാട് കൊടപ്പനക്ക തറവാട്ട് ചെന്നിട്ട് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലം അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മന്ത്രി ചൂതുന്നത് നിങ്ങൾ വീഡിയോ എടുത്തു, നിങ്ങൾ അവിടുന്ന് ഒപ്പിയെടുത്തു സകല രംഗങ്ങളും. എന്നിട്ട് നിങ്ങൾ ശബ്ദം കൊടുത്തു അതിൽ അറബിയിൽ. ഇത് വിദേശത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇറക്കി. അവിടെ വിതരണം ചെയ്ത അറബികൾക്കിടയിൽ പാണക്കാട് തങ്ങന്മാർക്കുള്ള ബഹുമാനവും ആദരവും ഇല്ലാതാക്കാൻ വേണ്ടി ഒറ്റുകാരന്റെ പണിയെടുത്തിറക്കിയ CD ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അതിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അയാൾ കറകളഞ്ഞ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കാണെന്നല്ലേ? മന്ത്രി ചൂതുന്ന ഫോട്ടോ നിങ്ങൾ കാണിക്കുന്നില്ലേ? CD മാത്രമല്ല, നിങ്ങളുടെ നേതാവ് എഴുതി വെച്ച വരികളും ഞാൻ വായിച്ചു തരാം. ഇതിൽ നിങ്ങൾ എഴുതുകയാണ്, അഭ്യസ്ത വിദ്യരായ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒരുപോലെ ആശീർവാദം തേടിപ്പോകുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ഒരു പുതിയ ബസ് റൂട്ടിലിറക്കാൻ, ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ, പള്ളിക്കും മദ്രസക്കും വീടിനുമെല്ലാം തറക്കല്ലിടാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ബറക്കത്തിന്റെ കൈകളുള്ള ചിലരുണ്ട്. കേരളത്തിലെന്നല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കിലോഗ്രാം നൂലുകൾ മന്ത്രിക്കപ്പെടുകയും ഏറ്റവും അധികം മുറുക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ സ്വകാര്യ മേഖലയിലുള്ള ഒരു സ്ഥാപനത്തിലെ സിദ്ധനെ, ഈ മാണിക്കോത്ത് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അഹ്ലുബൈത്തിനെ നെഞ്ചിലേറ്റിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇവർക്ക് എന്ത് തങ്ങള്? ബാലുശ്ശേരിയുടെ പ്രസംഗമുണ്ട്, പാണക്കാട് തങ്ങൾ പറഞ്ഞൊരു തങ്ങളൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സൽസബീൽ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എഴുതി വെച്ചെന്താണെന്നറിയോ? ഇസ്ലാമിൽ തങ്ങന്മാരില്ല, ഷിയാ വിശ്വാസമാണത്. നിങ്ങൾക്ക് തങ്ങന്മാരെ പുല്ലുവിലയാണ്. എന്നിട്ട് നിങ്ങൾ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉപയോഗിച്ച വാക്ക് സിദ്ധൻ എന്നാണ്. ആ സിദ്ധന് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ അഭ്യസ്ത വിദ്യർ നോക്കൂ. നിങ്ങള് ആ അഭ്യസ്ത വിദ്യര് ആവശ്യ നിർവഹന ആശീർവാദങ്ങൾക്കും രോഗശാന്തിക്കുമായി മറ്റുമായി സമീപിക്കുന്നു. പാണക്കാട് തങ്ങളെ ശിർക്കാരോപിച്ചുകൊണ്ട് ഇവരെഴുതി. എന്തേ കാരണം? തങ്ങൾ നൂല് മന്ത്രിച്ചു കൊടുക്കുന്നു എന്നുള്ള തെറ്റാണ്. ആരെങ്ങളോട് ഈ മന്ത്രം തെറ്റാന്ന് പറഞ്ഞത്?
മന്ത്രം തെറ്റാണ് നിങ്ങൾ ആരോട് പറഞ്ഞു? ഇവിടെ വന്നിട്ട് നിങ്ങൾ മന്ത്രത്തിനെതിരെ ഇങ്ങനെ പ്രസംഗിക്കണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, വിസ്ഡം വിഭാഗം മുജാഹിദീങ്ങളെ, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി പ്രസംഗിക്കാനുള്ള ഷീറ്റ്? നിങ്ങളെ നിലപാടൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സക്കരിയ സ്വലായിയുടെ ജിന്ന് ചികിത്സകൾ കണ്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ കാണിച്ചു തരാം ഞാന്. അയാള് ജിന്നു കൂടിയ ഒരു മനുഷ്യനെ, ശൈത്താൻ ശരീരത്തിൽ കയറിയ ഒരു മനുഷ്യനെ ലാപ്ടോപ്പ് വെച്ചിട്ട് ചികിത്സിക്കാൻ പോയിട്ട് അയാളെ ലാപ്ടോപ്പ് കേടായ കഥ അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളെ നേതാവായിരുന്നില്ലേ മുജാഹിദ് മൗലവി? സൂറത്ത് മറിയമിന്റെ CD കൊടുത്ത് ചികിത്സിക്കാൻ പോയ കഥകൾ കേട്ടിട്ടില്ലേ? ഈ അറിവില്ലാത്ത പണിക്ക് നിൽക്കരുത്. അതിൽ നല്ല തങ്ങന്മാരുണ്ടാവും, വിവരമുള്ള മൊയ്ലിയന്മാരുണ്ടാവും, അവിടേക്ക് പറഞ്ഞേച്ചാളി. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. അയാളെ ഫോണ് കേടുന്നു, ലാപ്ടോപ്പ് കേടുന്നു എന്ന് പറയണത്. എന്നിട്ട് ഇവനിങ്ങനെ ഇളകണത്രേ. ഇളകണ സമയത്ത് സക്കരിയ സലായി പറയുന്നറിയോ, ഞാനിങ്ങനെ ആയത്തുൽ കുർസി ഓതുകയാണ്, വല്ല ശൈത്താനുണ്ടെങ്കിൽ എന്റെ മേത്ത് കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. അതൊരിക്കലും ശൈത്താൻ അങ്ങോട്ട് പോകാൻ ഒരു സാധ്യതയില്ല. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ജനങ്ങളുടെ മുമ്പിൽ? ഒരുപക്ഷെ ഇവിടുത്തെ നിഷ്കളങ്കരായ ആളുകൾക്ക് നിങ്ങളെ ഈ കഥ ഒന്നും അറിയിലുണ്ടാവില്ല. നിങ്ങൾ എന്ത് കണ്ടിട്ട് അതൊക്കെ പറയുന്നത്? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ മന്ത്രത്തെ കളിയാക്കി, പാണക്കാട് തങ്ങൾ നൂലുമിനെ മന്ത്രിച്ചു കൊടുക്കുന്നതും വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്നതിനെ കളിയാക്കി. നിങ്ങളെ സ്ഥാപകനാരാ? നിങ്ങളെ പിതാവ് നിങ്ങൾ വിളിക്കുന്നതാരെ? നിങ്ങളെ വക്കം മൗലവി അയാൾ സമസ്തന്റെ മെമ്പർ അല്ല. ആ വക്കം മൗലവിയാണ് നിങ്ങളുടെ പിതാവ്. ആ വക്കം മൗലവിയെ കുറിച്ചുകൊണ്ട് എം മുഹമ്മദ് കണ്ണെഴുതിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രമില്ലേ? ആ ജീവചരിത്രത്തിൽ നോക്കൂ നിങ്ങൾ, വക്കം മൗലവിയുടെ ഒരു ദിവസം എങ്ങനെ, പാണക്കാട് തങ്ങൾ ഒരു ദിവസം എന്നല്ല, മഹാനായ ജിഫ്രി തങ്ങളെ ഒരു ദിവസം എന്നല്ല, ഖലീൽ തങ്ങളുടെ ഒരു ദിവസം എന്നല്ല, നിങ്ങൾ എഴുതിയത് വക്കം മൗലവിയുടെ ഒരു ദിവസം. എന്താ ഇയാൾക്ക് ഒരു ദിവസത്തെ കലാപരിപാടി? ഞാൻ വായിച്ചു തരാം. ദോണ്ട പറഞ്ഞ് മന്ത് മറ്റേ കാലിലാണെന്ന്. ഇത് ഞങ്ങളോടല്ല നിങ്ങൾ പറയേണ്ടത്. കാലത്ത് 6:30 മണിയോടെ ശയ്യാമുറി തുറന്ന് മൗലവി പുറത്തു വരും. ഏത് മൗലവി? മുജാഹിദ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ജീവാർപ്പണം ചെയ്ത മൗലവി അല്ലേ? അയാള് 6:30 മണിക്ക് ശയ്യാമുറി തുറന്നിട്ട് പുറത്തു വരും. എന്താ അയാളെ പരിപാടി? അപ്പോൾ സ്വദേശികളും അയൽദേശവാസികളുമായി നാനാജാതി മതസ്ഥർ ആബാലവൃത്തം വീട്ടിന് പുറത്ത് കാത്തു നിൽപ്പുണ്ടാവും. നിങ്ങൾ എന്തിനെ കഷ്ടപ്പെട്ട് കുഴപ്പമൊക്കെ തറവാട് പോയിട്ട് വീഡിയോ എടുത്തത്? നിങ്ങളെ മൗലവിന്റെ പുരക്കും നാനാജാതി മതസ്ഥരെ 6:30 മണിക്ക് തന്നെ എത്തും. എന്തിനാ അവരൊക്കെ വരുന്നത്? കേട്ടോളിങ്ങള്. എലി, പൂച്ച, ചിലന്തി, പഴുതാര, പേപ്പട്ടി, പാമ്പ്, ഇതൊക്കെ പൊരന്റെ പുറത്തുണ്ടാവുന്നല്ലോ. ഇവയിൽ ഏതെങ്കിലും കടിച്ചവരായിരിക്കും അവർ. പാമ്പ് കടിച്ചാൽ വക്കം മൗലവിന്റെ അടുത്ത്, ചെലന്തി മാന്തിയാൽ വക്കം മൗലവിന്റെ അടുത്ത്, പൂച്ച മാന്തിയാൽ വക്കം മൗലവിന്റെ അടുത്ത്, എലി മാന്തിയാൽ വക്കം മൗലവിന്റെ അടുത്ത്. ഇയാൾ ഏത് MBBS കഴിഞ്ഞ ആളാ? നിങ്ങളൊന്ന് പറ. ഇയാൾ ഏത് വൈദ്യനാ? നിങ്ങൾ പറ. അയാൾ എന്ത് മരുന്നാ കൊടുത്തിരുന്നെന്ന്? ഇംഗ്ലീഷ് മരുന്നാ? ഹോമിയാണ്? ആയുർവേദാണ്? അയാൾ കൊടുത്ത മരുന്നും ഞാൻ പറഞ്ഞുതരാ. ഇവിടെ വന്നിട്ട് ആത്മീയ ചൂഷണം, മന്ത്രത്തെ കളിയാക്കണ ആരോട്? വക്കം മൗലവിന്റെ കബറ് മാന്തിട്ട് കൊടുക്ക്, നോട്ടീസ് ഇറക്കിയിട്ട്. ഞങ്ങളോടല്ലത് പറയേണ്ടത്. ഞങ്ങൾ മന്ത്രിക്കാന്ന് പറയുന്നവരെ ഞങ്ങൾ മന്ത്രിക്കും ചെയ്യും. അതിൽ ഇസ്ലാമിൽ പ്രമാണമുണ്ട്. നിങ്ങൾ പഠിക്കാത്തിരി ഞങ്ങളെ തെറ്റല്ല. നിങ്ങളേറ്റ മന്ത്രിക്കാൻ പോകലുണ്ടോ? വെറുതെ എന്നെ കൊണ്ട് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പറയിപ്പിക്കരുത്. ഇനി കേട്ടോളൂ നിങ്ങള്, ഇവയിൽ ഏതെങ്കിലും കടിച്ചവരായിരിക്കും അവർ. പാമ്പ് കടിച്ചാലും പേപ്പട്ടി കടിച്ചാലും എലി കടിച്ചാലും പൂച്ച മാന്തിയാലും ചെലന്തി കടിച്ചാലൊക്കെ ഇവര് വക്കം മൗലവിന്റെ അടുത്ത് പോകും. എന്താ ഇയാളെ കലാപരിപാടി? അവർക്കെല്ലാം ഗ്ലാസിൽ ശുദ്ധജലം ഓതിക്കൊടുക്കുക അതിരാവിലെയുള്ള ഒരു പ്രഭാത പരിപാടിയാണ്. ഖുർആൻ ഓതിക്കൊടുക്കും. വിശുദ്ധ ഖുർആൻ സൂറകൾ ഊതിക്കൊടുക്കുകയാണ് പതിവ്. കണ്ടങ്ങൾ ഓത്തുണ്ട് ഊത്തുണ്ട്. 6:30 മണിക്ക് വക്കം മൗലവിന്റെ പൊരയിൽ നടക്കുന്ന കലാപരിപാടി. എനിക്ക് ചിരി വന്നെന്തറിയോ? ഇത് കേൾക്കുന്ന മുജാഹിദീങ്ങൾ ഉണ്ടാവും, നാട്ടിലില്ലെങ്കിലും ഇപ്പൊ ഇയാളെ കൊണ്ടുവന്നവരുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലാതെ എനിക്കറിയാം. നിങ്ങൾ സാധുക്കളാ. നിങ്ങളിൽ എനിക്കൊരു ഗുണകാംക്ഷ ഉണ്ട്. നിങ്ങൾ നന്നാവും. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ചിന്തിക്ക്. നിസ്കരിക്കുമ്പോഴല്ല അവിടെ വെക്കണ്ട, ഇത് നെഞ്ചിന്റെ താഴെ വെക്കണ്ട്. നിങ്ങളെ കിതാബ് അവലും ഫിൽ അമലിയാത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം എടുത്ത് വായിച്ചോളിയും. സമസ്തന്റെ ബുക്ക് വായിക്കണ്ട. അതിൽ പറയുന്നുണ്ട് നെഞ്ചിന്റെയും പൊക്കിലിന്റെയും ഇടയിൽ കൈവക്കൽ സുന്നത്താണ് എന്ന്. അതാണ് അന്നത്തെ സുന്നത്ത്. അത് മതിപ്പോഴും. നിങ്ങളെ മദ്രസ പാഠ പുസ്തകമാണത്. ഇത് കണ്ട നിങ്ങള് ഈ വക്കം മൗലവിയെ കുറിച്ചുകൊണ്ട് 1879 റബീഉൽ അവ്വലില്, പിന്നെ ഹിജ്റ വർഷം
1959 സെപ്റ്റംബർ 25 മിഷ്കാത്തുൽ ഹുദ എന്ന പേരിൽ KM സീതി സാഹിബ് നോക്കൂ നിങ്ങൾ. ഈ മിഷ്കാത്തുൽ ഹുദയിൽ ഹാജിബിനെ ഈ പറയുന്ന വക്കം മൗലവിയെ കുറിച്ച് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിന് 44-ാമത്തെ പേജ്. ഈ 44-ാമത്തെ പേജില് വക്കമിനെ കുറിച്ച് എഴുതിയത് എന്താ? നിങ്ങള് വിഷമേറ്റാൽ അത് ഇറക്കുവാൻ മുജാഹിദിന് സംശയം അങ്ങോട്ട് വരാ. നിങ്ങൾക്ക് അവസരം തന്നു പ്രസംഗിക്കുന്നത് സുന്നികളെ ഉണ്ടാവുള്ളൂ. നിങ്ങളെ മൗലവി പ്രസംഗിക്കുമ്പോ അങ്ങോട്ട് വന്നോളി എന്ന് പറയില്ല. അയാളെ മുട്ടുംകാലാണ് പറക്കും. കാരണം നോണേ പറയണ, ഇക്ക് നോണ പറയണ്ട, ഇല്ല തന്നെ പറയാൻ സമയമല്ല. പിന്നെ നമുക്ക് ഇല്ലാത്ത പറയേണ്ട കാര്യമുണ്ടോ? ഇതാ ഇയാൾ KM സീതി സാഹിബ് എഴുതി വെച്ചതാണ്. വിഷമേറ്റാൽ അത് ഇറക്കുവാൻ മൗലവി സാഹിബിനെ കൊണ്ട് വെള്ളം ജപിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് സ്ഥലത്തെയും പരിസരങ്ങളിലെയും ഹിന്ദുക്കളുടെ ഒരു പതിവായിരുന്നു. ഈ പുസ്തകം കണ്ടോ നിങ്ങൾ, മിഷ്കാത്തുൽ ഹുദ. എന്താ രസം കാണുന്ന നിങ്ങള്? ഈ വക്കം മൗലവിയുടെ ചിന്തകൾ രചനകൾ എന്ന പേരിൽ ഇവര് പുതിയ കാലത്ത് ഒരു പുസ്തകം പുറത്തിറക്കി. ആ പുസ്തകം പുറത്തിറക്കിയത് ഡോക്ടർ TK ജാബിറാണ്. ആ പുസ്തകത്തിൽ കണ്ടങ്ങള് വക്കമിനെ തള്ളാനും വയ്യ, ചികിത്സ കൊള്ളാനും വയ്യ. അപ്പൊ ഇവര് ചെയ്ത തൊലിക്കട്ടി ഞാൻ വായിച്ചു തരാം. ഇതേ മിഷ്കാത്തുൽ ഹുദയിലെ KM സീതി സാഹിബിന്റെ ഈ വിവരണം ഇതിലേക്ക് എടുത്തു കൊടുക്കുന്നു. മുജാഹിദ് ശ്രദ്ധിച്ചോളണം. നിങ്ങൾ മലയാള പുസ്തകത്തിൽ കാണിക്കുന്ന ഈ തിരിമറി നിങ്ങൾ കിതാബിൽ എങ്ങനെ കാണിക്കും? മനുഷ്യന്മാര് മലയാളം വായിക്കുന്നവർ ഈ പുസ്തകം വായിക്കൂലോ? ഞാൻ ചോദിക്കുന്നു, ഇതിന്റെ 163-ാമത്തെ പേജ്. ഞാൻ കളവല്ല പറയുന്നത്, ഇത് ലൈവ് പോണ പരിപാടിക്ക് നല്ല ബോധമുണ്ട്. മലപ്പുറത്ത് ഇരുന്ന് ശിയാബ് കേട്ടോട്ടെ, എന്നിട്ട് ഞാൻ ഈ പറയുന്നത് ഉണ്ടോന്ന് നോക്കട്ടെ. വക്കം മൗലവിന്റെ ഒരു ദിവസത്തിലെ കഥ ഞാൻ പറഞ്ഞു. KM സീതി സാഹിബ് വക്കമിനെ കുറിച്ച് എഴുതിയ വിഷയം ഞാൻ എടുത്തു വായിച്ചു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് വക്കം മൗലവിനെ കുറിച്ച് KM സീതി സാഹിബ് എഴുതിയ ഈ വിഷയം ഇവർ കാട്ടുന്ന ഒരു തിരിമറി ഞാൻ കാണിച്ചു തരാം. ഇതെന്തിനാന്നറിയോ? മലയാളത്തിലുള്ള ഒരു ലേഖനത്തിൽ ഈ നിലക്ക് വെട്ടിമാറ്റൽ നടത്തുന്നുണ്ടെങ്കിൽ കിതാബിൽ വരെ എമ്മാതിരി പണിയെടുക്കും. ഇതാണ് മുജാഹിദ്. ദജ്ജാലൂന കദ്ദാബൂന, കള്ളം പറയുന്ന ദജ്ജാലുകൾ. വായിച്ചുതരാം, മുജാഹിദ് കേട്ടോളൂ. ആ ലേഖനം വരെ ഇങ്ങനെ പറയാൻ, എന്നിട്ട് പറയാം കേട്ടോ. ഞാൻ വായിച്ചുതരാം. വിഷമേറ്റാൽ ഇതിന്ന് ഒന്നിച്ചു വായിക്കാം. നമ്മള് ഇത് ജനങ്ങൾ പഠിക്കട്ടെ എന്ന്, നിങ്ങളെ തനിനിറ ആൾക്കാർ മനസ്സിലാക്കിക്കോട്ടെ. ഇതിന്നും വായിക്കാം, ഇതിന്നും വായിക്കാം. ഇതാണ് ഒറിജിനൽ ഇടത്തെ കയ്യിലുള്ളത്. വിഷമേറ്റാൽ, ആ വാക്ക് ഇതിലുണ്ട്. വിഷമേറ്റാൽ അത് ഇറക്കുവാൻ
അത് ഇറക്കുവാൻ. നോക്കി നിങ്ങൾ, വിഷമേറ്റാൽ അത് ഇറക്കുവാൻ, അതും ഇതിലുണ്ട്. ഇനി അടുത്ത് നോക്കിക്കോളൂ കേട്ടോ. മൗലവി സാഹിബിനെ കൊണ്ട് വെള്ളം ജപിപ്പിച്ചു കൊണ്ടുപോവുക, അങ്ങനെയാണ് ഒറിജിനൽ ഉള്ളത്. ഇത് എടുത്ത് ഉദ്ധരിച്ചപ്പോ എന്താ ചെയ്തറിയോ? ഇനിയിപ്പോ ഇതിങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ വിഷമേറ്റാൽ അത് ഇറക്കുവാൻ മൗലവി സാഹിബിനെ കൊണ്ടുപോവുക. അപ്പൊ ഇനി ഒരു തലമുറ എന്ത് വായിച്ചോട്ടെ, അവിടെ വെള്ളം ജപിച്ചു എന്നുള്ളത് ഒഴിവാക്കി. ഇയാളെ കൊണ്ടുപോയത് ഇയാൾ വൈദ്യനായതുകൊണ്ട് കൊണ്ടുപോയതല്ല, മന്ത്രി ചൂതിയ വെള്ളം ഇരുന്ന് കൊണ്ടുവരുന്നത്, വെള്ളം മന്ത്രിപ്പിക്കാനാ കൊണ്ടുപോയിരുന്നത്. ഇങ്ങനെ ഒരു തിരിമറി ഉണ്ടോ ഇല്ലേ? ഈ പരിസരത്ത് എവിടെങ്കിലുള്ള മുജാഹിദിന് വേണമെങ്കിൽ പരിശോധിക്കാം, നിങ്ങൾക്ക് വരാം. ഇത്ര സ്വാതന്ത്ര്യം തന്നിട്ട് ക്ഷണിക്കുന്ന ഒരു വേദി, സുന്നിയാളെ വേദി നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയോ? നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂല. നിങ്ങളെ മൗലവിമാര് പറ്റിച്ച് പ്രസംഗിക്കുന്ന ടീമാണ്, ദജ്ജാലൂന കദ്ദാബൂന, കള്ളം പറയുന്ന. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇനി എന്താണ് ഈ മന്ത്രം? മന്ത്രത്തിന് വല്ല അടിസ്ഥാനം ഉണ്ടോ? നിങ്ങൾ ഈ മന്ത്രത്തെ കളിയാക്കേണ്ട കാര്യം എന്താണ്? മന്ത്രത്തെ കളിയാക്കേണ്ട കാര്യം എന്താണ്? ഞങ്ങൾ എന്തിനാണ് മന്ത്രിക്കുന്നത്? പാണക്കാട് തങ്ങന്മാര് മന്ത്രിക്കുന്നു, ശരിയാണ്. ഈ പരിസരത്തുള്ള ഉസ്താദുമാര് മന്ത്രിക്കുന്നു, തങ്ങന്മാര് മന്ത്രിക്കുന്നു, ആളുകൾ അവരുടെ അടുത്ത് ചെല്ലുന്നു, അവര് മന്ത്രിച്ചു കൊടുക്കുന്നു. മന്ത്രം എന്ന് പറഞ്ഞ് എന്തോ ഒരു അന്ധവിശ്വാസമായിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കണത്. നിങ്ങൾ പ്രമാണം പഠിക്കാത്തിന് ഞങ്ങളാ ഉത്തരവാദികൾ. പരിശുദ്ധമായ ഖുർആനിലെ 17-ാം അധ്യായം 82-ാമത്തെ വചനം അല്ലാഹു തആല പറയുന്നു, സൂറത്ത് ഇസ്രായിൽ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ഖുർആനിലെ അല്ലാഹു തആല അത് ഇറക്കിയിട്ടുള്ളത് അത് രോഗത്തിന് ശമനമായി കൊണ്ടാണ്. ഇതല്ലേ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. ഇനി ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കും പോലെയല്ല. ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഞങ്ങളുടെ പ്രമാണവും ഖുർആനും സുന്നത്തുമാണ്. പക്ഷെ ആ ഖുർആനും സുന്നത്തും എങ്ങനെ ഉൾക്കൊള്ളണം എന്നിടത്താണ് സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കം. മുജാഹിദ് പറയും അവനാൻ അങ്ങോട്ട് നോക്കിയാ മതി. ഞാൻ ചോദിക്കട്ടെ, അതാണ് ഏറ്റവും വലിയ പൊട്ടത്തരം. എന്തേ കാരണം? അതിന് അറിവ് വേണം, തിരിച്ചറിവ് വേണം. മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കുന്നത് കാണാം. ആ ഇമാം റാസിയുടെ വിശദീകരണത്തിൽ കാണാം, വഅലം അന്നൽ ഖുർആന ശിഫാഉൻ മിനൽ അംറാദിർ റൂഹാനിയ്യ വശിഫാഉൻ അയ്ളൻ മിനൽ അംറാദിൽ ജിസ്മാനിയ്യ. ശാരീരികമായ രോഗത്തിനും ഖുർആൻ ശിഫയാണ്. കണ്ടോ, ആത്മാവിനുള്ള രോഗമാണെങ്കിലും ശരീരത്തിനുള്ള രോഗമാണെങ്കിലും ഖുർആൻ ശമനമാണ്. എങ്ങനെയാണ് ഖുർആനിന്റെ ശിഫ കിട്ടുക? ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ടത്. എങ്ങനെയാണ് ശാരീരികമായ രോഗത്തിനുള്ള ശിഫയാകുന്നത്? ശിഫാഉൻ മിനൽ അംറാദിൽ ളാഹിറതി ബിർറുഖയ്യി വതഅവ്വുദി വനഹ്വിഹി. കണ്ടോ, അത് മന്ത്രിക്കൽ കൊണ്ടാണ്, അതാണ് റുഖയ്യ്. അതുപോലെ തന്നെ എഴുതിക്കെട്ടലാണ്. എഴുതിക്കെട്ടലാണ് ഏലസ് എന്ന് പറയുന്നത്. മന്ത്രിച്ചൂതുന്നത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്ന സംഭവം കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ ഫസിഅ അഹദുകും ഫിന്നൗമി, ഒരാൾക്ക് ഉറക്കത്തിൽ വല്ല ഭയവും പ്രശ്നമാണെങ്കിൽ, കണ്ടില്ലേ നിങ്ങൾ ഉറക്കത്തിൽ ഞെട്ടിച്ചാടലോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഫൽയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീൻ വഅൻ യഹ്ളുറൂൻ. നോക്കൂ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഇത് അവരുടെ പ്രായപൂർത്തി എത്തിയ വലിയ മക്കൾക്ക് ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വമല്ലം യബ്ലുഉ മിൻഹും, ചെറിയ കുട്ടികളാണെങ്കിലോ പഠിക്കാൻ പ്രായമെത്താത്ത മക്കളാണെങ്കിലോ, കതബഹാ ഫി സ്വക്കിൻ സുമ്മ അല്ലഖഹാ ഫീ ഉനുഖിഹി, ഞാൻ മേലെ ഉദ്ധരിച്ച ദിക്റില്ലേ, ആ ദിക്ർ ഒരു കടലാസിൽ എഴുതിയിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ അവിടുത്തെ ചെറിയ മക്കളുടെ കഴുത്തിലത് കെട്ടിക്കൊടുത്തിരുന്നു. ഇതല്ലേ സുഹൃത്തെ ഏലസ് എന്ന് പറയുന്നത്? ഇതല്ലേ ഉറുക്ക് എന്ന് പറയുന്നത്?
അപ്പൊ നിങ്ങൾ പറയും ഇവിടെ വന്നിട്ട് അയാൾ കുറെ ഹദീസുകൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇയാളെ കൊണ്ടുവന്ന മുന്നിലിരിക്കുന്ന മുജാഹിദീങ്ങൾ ഇങ്ങനെ കുലുങ്ങി ചിരിക്കുന്നുണ്ടാവും. നമ്മളെ മൗലവി ഹദീസല്ലേ പറയണത്, എന്തൊരു ഇൽമാണ് അയാൾ പറയണത്, ഈ ഹദീസ് എന്തേ സുന്നികൾ കേൾക്കണില്ലേ, അന്ധവിശ്വാസം കൈവിടൂ, നിങ്ങൾ ഹദീസിലേക്ക് വരൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഈ ഹദീസ് കാണാത്തോരല്ല ഞങ്ങള്. ഒരു ഹദീസ് കണ്ടാൽ ആ ഹദീസിന്റെ ആശയം എങ്ങനെയെന്ന് മനസ്സിലാക്കണം. അതിന് പണ്ഡിതന്മാരെ ഹദീസ് വിശദീകരിച്ച കോലം പഠിക്കണം. അതിനാ പറയുന്നത് നിങ്ങളെ മുന്നിക്കൊന്ന് കിട്ടണമെന്ന്. തൊള്ളി തോന്നിയത് വിളിച്ചു പറയാൻ ആർക്കും കഴിയും സഹോദര. അതിന് മൈക്കിന്റെ പെർമിഷൻ എടുത്തിട്ട് അനുവദിച്ച ടൈമിൽ ആർക്കും എന്തും പറയാ, അതുകൊണ്ട് അത് സത്യാവൂല. ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് മൻ അല്ലഖ തമീമതൻ ഫഖദ് അശറക, ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. ഏലസ് കെട്ടിയാൽ ശിർക്ക് ചെയ്തു. അല്ലെങ്കിൽ ഇന്നർ റുഖ വ തമാഇമ വ തിവലത ശിർകുൻ, മന്ത്രവും ഏലസും മാരണവും ശിർക്കാണ്. ഇങ്ങനൊക്കെ ഹദീസില്ലേ, ഹദീസ് ഉണ്ട്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? എല്ലാ ഏലസും ശിർക്കാണ് എന്നാ, എല്ലാ മന്ത്രവും ശിർക്കാന്നാ, എല്ലാ ഉറുക്കും ശിർക്കാന്നാ? എവിടുന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അർത്ഥം കിട്ടി? അതന്നെയാണ് മുസ്ലിയാരെ അതിന്റെ അർത്ഥം. നിങ്ങളോട് പോരി, എന്നാ ഞങ്ങളെ വിളിക്കുന്നു, അതാണ് അതിന്റെ അർത്ഥം എന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ മതിയല്ലോ. നോണ പറയും ചെയ്യാം, നോണ അലങ്കാരമായിട്ട് കൊണ്ടിറക്കും ചെയ്യും. വിവരക്കേടാണത്. മനുഷ്യന് ജാഹിലാകാം, അബുജാഹിലാകരുത്. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ വിശദീകരണം ഇതുപോലെയുള്ള ഹദീസുകൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, ഹാദാ കുല്ലുഹു ഫീ തഅലീഖി തമാഇമി വഗൈരിഹാ മിമ്മാ ലൈസ ഫീഹി ഖുർആനും വനഹ്വുഹു ഫഅമ്മാ ഫീഹി ദിക്റുല്ലാഹി ഫലാ നഹിയ ഫീഹി. ആ ഉറുക്കില്, ആ ഏലസില് ഖുർആന് അനുവദിച്ച ദിക്റുകളാണെങ്കിൽ ഒരു തെറ്റുമില്ല. അതല്ലാത്തോണ്ട് ഏലസ് ഉണ്ടാക്കുകയാണെങ്കിൽ, അനുവദിക്കാത്ത രീതിയിലുള്ള ഏലസ് ആണെങ്കിൽ അത് പാപമാണ്, തെറ്റാണ്. കണ്ടങ്ങള് ഒന്നുകിൽ അതുകൊണ്ട് ബറക്കത്തെടുക്കലാണ്, ഈ ഖുർആന് കൊണ്ടുള്ള ഏലസ് ആണെങ്കിൽ, അനുവദിച്ച ദിക്റുകളെ കൊണ്ടുള്ള ഏലസ് ആണെങ്കിൽ ഒന്നുകിൽ അതുകൊണ്ടുള്ള ബറക്കത്തെടുക്കൽ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള കാവലിനെ തേടൽ. എവിടെയാണ് ഇതിൽ പാപമുള്ളത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾ പഠിക്കാത്തോണ്ടാണ്. നിങ്ങളുടെ KM മൗലവി, ആ KM മൗലവിയുടെ ഫത്വ വായിക്ക് നിങ്ങൾ. ഞങ്ങളിത് വായിക്കണ്ട, ഞങ്ങൾ പറയുന്ന നിങ്ങൾ കേൾക്കും വേണ്ട. നിങ്ങളെ നേതാവല്ലേ KM മൗലവി? ഞാൻ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം വായിച്ചു തരാം. നിങ്ങൾ ഈ പുസ്തകമൊക്കെ വായിച്ചിട്ടാണ് ഈ മൗലവിമാര് പ്രസംഗിക്കാൻ നടക്കുന്നത്. ഇത് ഇസ്ലാമിന്റെ ജീവൻ, നല്ല ജീവനാ. ഈ ബുക്ക് വായിച്ചാൽ നല്ല ജീവൻ കിട്ടും. കുഞ്ഞീതും അതിന് എഴുതിയ ഈ പുസ്തകത്തിൽ കണ്ടോ നിങ്ങള്, 46-ാമത്തെ പേജിൽ ഇയാൾ എഴുതാണ്, ഉറുക്ക്, നറുക്ക്, ഏലസ്, ഐക്കല്ല് തുടങ്ങിയ ക്ഷുദ്രവിദ്യകൾ കൊണ്ട് രോഗങ്ങൾക്ക് ശമനം തേടുന്നത് ശിർക്കിന്റെ വകുപ്പിൽ ഉൾപ്പെട്ടതാണ്. നഊദു ബില്ലാഹ്. ഏലസ് ശിർക്കാണ് പോലും, മന്ത്രം ശിർക്കാണ് പോലും. ഞാൻ വളരെ കൃത്യമായി മന്ത്രത്തിനുള്ള പ്രമാണം പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ആയത്ത് വിശദീകരിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് പറഞ്ഞു. ഞാൻ എന്റെ വക ഒരർത്ഥവും പറഞ്ഞിട്ടില്ല. മഹാനായ ഇമാം റാസിയുടെ വിശദീകരണം പറഞ്ഞു, ഇമാം ഖുർത്തുബിയുടെ വിശദീകരണം പറഞ്ഞു. നിങ്ങൾ പറയുന്ന നുണ ഏത് വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാ? നിങ്ങളൊന്ന് പറ. നിങ്ങൾ പറയുന്ന കള്ളം ഏത് വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാ? ഇനി കണ്ടോ നിങ്ങള്, ഇത് KM മൗലവിയുടെ ഫത്വകള്. നിങ്ങളുടെ നേതാവായ KM മൗലവി, ആ KM മൗലവിയുടെ ഫത്വയിൽ നിങ്ങൾക്ക് കാണാം മന്ത്രിക്കൽ എന്ന ഒരു ഹെഡിങ് ഈ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജ്. ഇപ്പോൾ ഉറുക്കും മന്ത്രങ്ങളും താഴെ വിവരിക്കുന്ന 3 ഷർത്തുകളോട് കൂടിയായിരുന്നാൽ ജായിസാകുമെന്ന് തെളിയുന്നതാണ്. എങ്ങനെ? ഉറുക്ക് ശിർക്കാന്നല്ല, മന്ത്രം ശിർക്കാന്നല്ല. ഉറുക്കും മന്ത്രവും താഴെ പറയുന്ന 3 ഷർത്തുകൾ, 3 നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഒത്താൽ മന്ത്രവും മുറുക്കും ജായിസാണ്, അനുവദനീയമാണ്. ഏതാണ് ഒരു നിബന്ധന? അള്ളാഹുവിന്റെ വചനം കൊണ്ടോ അവന്റെ നാമങ്ങളാലോ ഗുണങ്ങളാലോ ആയിരിക്കുക. അതാണ് അതിലെ ഒരു നിബന്ധനയാണത്. അള്ളാഹുവിന്റെ വചനം ഖുർആന് കൊണ്ട് ഉറുക്ക് കെട്ടുക, അവന്റെ നാമങ്ങൾ അനുവദിച്ച ദിക്റുകളാണെങ്കിൽ അതിന് തെറ്റില്ല. ഈ രൂപത്തിൽ വിശദീകരിക്കുന്നു ആര്? KM മൗലവി. ഞാൻ ചോദിക്കുന്നു, KM മൗലവിയെ മുശ്രിക്കാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഉറുക്ക് കെട്ടുന്നത്
ഖുർആൻ വചനങ്ങളെ കൊണ്ടാണെങ്കിൽ അതിലൊരു തെറ്റുമില്ല എന്നാണ് KM മൗലവി പറയുന്നത്. നിങ്ങൾ പറയുന്നതോ, നിങ്ങൾ പറയുന്നത് ഉറുക്കും മന്ത്രവും ശിർക്കാണെന്നാണ്. ഇരിക്കട്ടെ, ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, സുന്നികൾ അന്ധവിശ്വാസത്തിന്റെ ആളുകളാണെന്ന് നിങ്ങൾ പറയുന്ന മറ്റൊരു കാരണം എന്താണ്? സുന്നികൾ മന്ത്രിക്കുന്നു, സുന്നികൾ പിഞ്ഞാണം എഴുതി കുടിക്കുന്നു. പിഞ്ഞാണം എഴുത്ത് ഇവര് ഭയങ്കര രീതിയിൽ അതിനെ വിമർശിക്കും. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ നേതാവാണ് ഇബ്നു തൈമിയ. നിങ്ങളുടെ ഈ പുസ്തകത്തിൽ ഇബ്നു തൈമിയെ കുറിച്ച് ഇതിന്റെ 9ാമത്തെ പേജിൽ പറയുന്നത് എന്തറിയോ? ആരാണ് ഇബ്നു തൈമിയ എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ വായിച്ചു തരാം. ഇമാം ഷാഫിഈയെയും അബൂ ഹനീഫയെയും കവച്ചു വെക്കുന്ന സ്ഥാനമാണ് ഇബ്നു തൈമിയക്ക് പൂർവികരായ പണ്ഡിതന്മാർ കൽപ്പിക്കുന്നത്. ഷാഫി ഇമാമിന്റെ ഒന്നുമല്ല ഇബ്നു തൈമിന്റെ ഇൽമനുസരിച്ച്. നിങ്ങൾക്ക് സ്വീകാര്യനായ ഇബ്നു തൈമിയെ ഞാൻ വായിച്ചോട്ടെ. ആ ഇബ്നു തൈമിയ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്? പിഞ്ഞാണം എഴുത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വയജൂസു, അറബി തിരിയെങ്കിലും മുജാഹിദ് ശ്രദ്ധിച്ചോളി. വയജൂസു അദ്ദേഹത്തിന്റെ ഫതാവയിൽ കാണാം, അനുവദനീയമാണ് അൻയുക്തബലിൽ മുസാബി, വല്ല വിഷമവും എത്തിയവർക്ക് എഴുതി കൊടുക്കണം. വഗൈരിഹി മിനൽ മർലാ ശൈഅൻ മിൻ കിതാബില്ലാഹി വദിക്രിഹി ബിൽ മിദാദിൽ മുബാഹി, അനുവദനീയമായ മഷി ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നോ ഇസ്ലാം അനുവദിച്ച ദിക്റിൽ നിന്നോ രോഗികൾക്കോ വല്ല മുസീബത്തെത്തിയവർക്കോ എഴുതി കൊടുക്കണം. എന്തേ? ഈ ഖുർആനിക വചനം അനുവദിച്ച ദിക്റ്. എന്നിട്ട് വയുഗ്സലു, ഇത് പാത്രത്തിലിട്ട് കഴുകണം. വയുസ്ഖാ, എന്നിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കണം. ആര് പറഞ്ഞു? സമസ്തന്റെ മുഷാവറങ്ങ് എഴുതി വെച്ചതല്ല പറയുന്നത്. ഷാഫി ഇമാമിനേക്കാളും വിവരമുണ്ടെന്ന് നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ നിങ്ങളുടെ ആശയത്തിന്റെ സ്രോതസ് ഇബ്നു തൈമിയ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മന്ത് മറ്റേ കാലിലാണെന്ന്. എന്താണ് ഇനി ഇദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് അതിൽ പറയുന്നത്? ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, ഇദാ അസുറ അലൽ മർഅതി വിലാദതുഹാ, ഒരു പെണ്ണിന് പ്രസവ വേദന ഉണ്ടായാൽ, പ്രസവം പ്രയാസമായാൽ ഫൽയക്തുബ്, എഴുതണം. ഞാൻ ഇത് കേൾക്കണേ, സമസ്തന്റെ മൗലിയാരി എഴുതി വെച്ചതല്ലത്. നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ എഴുതണം. ബിസ്മില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിനുശേഷം ഒരായത്ത്, ഏതായത്ത്? 79-ാം അധ്യായം 46-ാം വചനം, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹാ. അതേപോലെ മറ്റൊരായത്ത് 46-ാം അധ്യായം 35-ാം വചനം, കഅന്നഹും യൗമ യറൗന മാ യുഅദൂന ലം യൽബസു ഇല്ലാ സഅതൻ മിൻ നഹാർ ബലാഗു ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ. ഈ ആയത്തുകളും എഴുതണം. എന്നിട്ടോ പിന്നെ ഇബ്നു തൈമിയ ഫതാവിൽ പറയുകയാണ്, യുക്തബു ഫീ ഇനാഇൻ നളീഫിൻ ഫയുസ്ഖാ, വൃത്തിയുള്ള ഒരു പാത്രത്തിൽ എഴുതിയിട്ട് അത് കുടിക്കാൻ വേണ്ടി കൊടുക്കണം. ഇനി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ പുസ്തകത്തിൽ വാനോളം പുകഴ്ത്തി പറഞ്ഞ ഇബ്നുൽ ഖയ്യിം, ആ ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് വായിക്കും. അതുകൊണ്ടാണ് പറയുന്നത് മൗലവിമാര് വിവരക്കേടാണ് പ്രസംഗിച്ച് നടക്കുന്നത്. ഇതൊന്നും മുന്നിലിരിക്കണ മനുഷ്യന്മാർക്ക് അറിയില്ല. അതാണ് നിങ്ങൾ മുന്നിക്ക് വരൂലെന്ന് ഞങ്ങൾക്കും അറിയാം. ഇബ്നുൽ ഖയ്യിം നിങ്ങൾക്ക് സ്വീകാര്യനല്ലേ? അയാളെ സാദുൽ മആദ് വായിക്കും. അയാൾ പറയുന്നറിയോ? യുക്തബു ഫീ ഇനാഇൻ നളീഫിൻ, വൃത്തിയുള്ള ഒരു പാത്രത്തിൽ എഴുതണം. ഇദസ്സമാഉൻ ശഖ്ഖത് വഅദ്നത് ലിറബ്ബിഹാ വഹുഖത് വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. 84-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ഇതൊരു വൃത്തിയുള്ള പാത്രത്തിൽ എഴുതിയിട്ടോ. വതുശറബു മിൻഹുൽ ഹാമിലു, ഗർഭിണി അതിൽ നിന്ന് കുടിക്കണം. വയുറസ്സു അലാ ബത്നിഹാ, അവളുടെ വയറിന് മുകളിൽ ഈ എഴുതിയ പാത്രത്തിലെ വെള്ളം മായിച്ചതിന് ശേഷം ആ വെള്ളം കുടയണം. ഇത് ആത്മീയ ചൂഷണത്തിൽ പെടുവോ ഇല്ലേ? ഇത് നിങ്ങളുടെ നേതാവ് ഇബ്നു ഖയ്യിം എഴുതുന്നതാണ്, സമസ്തന്റെ മൗലിയാർ എഴുതിയതല്ല. ആദ്യം പോയിട്ട് പഠിക്കും, വിവരം വാങ്ങി, മര്യാദക്ക് എന്താണ് ഇസ്ലാമിലെ പ്രമാണമെന്ന് കൃത്യമായിട്ട് പഠിക്കും. എന്നിട്ട് വേണം ഈ വക കാര്യങ്ങളെ എതിർക്കാൻ. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ പോലും ഇവരിന്ന് പുച്ഛിച്ചു തള്ളുകയാണ്. ഇവർക്കൊക്കെ ശിർക്കാണ്. ഇപ്പൊ ഇങ്ങനെ വിചാരിക്കും മന്ത്രം മാത്രമേ ഇവര് ശിർക്കാക്കിയിട്ടുള്ളൂ. അല്ല, മന്ത്രം ശിർക്കാണ്, ഉറുക്ക് ശിർക്കാണ്, ഏലസ ശിർക്കാണ്. ഇവർക്ക് ശിർക്കല്ലാത്തൊരു ഏർപ്പാടില്ല. ഇതിനിടക്കൊരു മൗലവി ഉണ്ടായിരുന്നു, ചുഴലി അബ്ദുള്ള മൗലവി എന്നൊരു മൗലവി. അയാളൊരു പ്രസംഗം നടത്തുമ്പോ എന്താ പറഞ്ഞാൽ, നിങ്ങള് ഒരു ഡോക്ടറെ 2 തവണ കണ്ടാൽ ശിർക്ക് വരുന്നു. എങ്ങനെ? ഇപ്പൊ ഉദാഹരണത്തിന് മാണിക്കോത്തിലുള്ള ഒരാൾ, ഇതൊക്കെ മനുഷ്യന്മാര് പഠിക്കട്ടെ, നിങ്ങളെ ശിർക്കിന്റെ കോലം ഞങ്ങൾക്കറിയാം, തന്നെ ഞങ്ങളെ മുന്നിക്ക് വരാത്തത്. എങ്ങനെ?
ഇപ്പൊ ഈ മാണിക്കോത്തിലുള്ള ഒരാള്, ഒരു നൗഫല് എന്നൊരു ചെറുപ്പക്കാരൻ, ഒരു ഉദാഹരണം പേര് ഞാൻ പറയണം. ആ ചെറുപ്പക്കാരന് ഒരു അസുഖം വന്നു. അപ്പൊ അയാൾ എന്തു ചെയ്തു? ഈ മാണിക്കോത്തിലുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറുടെ പേരെന്താ? ഡോക്ടറുടെ പേര് നാരായണൻകുട്ടി എന്നായിക്കോട്ടെ. നാരായണൻകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മുജാഹിദിന്റെ ശിർക്ക് വരുന്ന കോലങ്ങൾ ആലോചിച്ച് നോക്കണം സാർ, എന്താന്നറിയില്ല, വയറിന് ചെറിയൊരു അസ്വസ്ഥത. എന്നേ തുടങ്ങി? ഇന്ന ദിവസം. ആ ശരി, ഞാൻ ചെറുതെ ഒരു മരുന്ന് എഴുതുന്നുണ്ട്, ഇതൊന്ന് കുടിച്ചു നോക്കിട്ടോ. അയാൾ 2-3 മരുന്ന് എഴുതി കൊടുത്തു. ഇയാൾ ആ മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി പുരക്ക് വന്ന് ആ മരുന്ന് കുടിച്ചു. മരുന്ന് കുടിച്ചപ്പോഴോ ഇയാളെ രോഗം മാറി. അങ്ങനെ ഒരു 6 മാസത്തിന് ശേഷം ഇയാള് പറയുന്നുണ്ട്, ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അതേ ഡോക്ടറെ അടുത്തേക്ക് തന്നെ ചെന്നു. സാർ, ഒരു 6 മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. അന്ന് നിങ്ങളാണ് എനിക്ക് മരുന്ന് എഴുതി തന്നത്. നിങ്ങളുടെ മരുന്ന് കുടിച്ചപ്പോഴാണ് എന്റെ രോഗം മാറിയത് എന്ന് പറഞ്ഞ് അയാളോട് അതേ ഡോക്ടറെ അടുത്ത് ഈ രൂപത്തിൽ ചെന്നാൽ നിങ്ങൾ ശിർക്ക് ചെയ്തു. മുജാഹിദിന്റെ മൗലവി പ്രസംഗിക്കുകയാണ്. ഈ മനുഷ്യൻ തന്നെയാണ് ഈ അടുത്ത കാലത്ത് സമസ്തന്റെ ഒരൊറ്റ പള്ളിയിലും ചെന്ന് നിസ്കരിക്കാൻ പാടില്ല, അത് അമ്പലാണെന്ന് പ്രസംഗിച്ചത്. പ്രസംഗം ഞാൻ ഹാജരാക്കി തരാം. ഞാൻ ചോദിക്കുന്നു, ഈ പ്രദേശത്ത് സമസ്തക്കല്ലേ പള്ളിയുള്ളൂ? സുന്നികൾക്കല്ലേ പള്ളിയുള്ളൂ? ആ പള്ളി അമ്പലമാണെന്നും അവിടെ ഇമാമത്ത് നിൽക്കുന്നത് സ്വാമിയാണെന്നും എത്ര അപകടകരമായ വാദമാണിത്! ആ പ്രസംഗം വേണമെങ്കിൽ ഞാൻ ഹാജരാക്കി തരാം. അപ്പൊ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും വലിയ അബദ്ധമാണ് ഇവർ വിളിച്ചു പറയുന്നത്. ഒരു ഡോക്ടറെ അടുത്ത് 2 തവണ പോയാൽ എങ്ങനെ ശിർക്ക് വരല്? അതെങ്ങനെ ശിർക്കാകല്? അപ്പൊ ഇവർക്ക് ശിർക്ക് എന്താന്ന് പഠിച്ചിട്ടുണ്ടോ? ഇതുകൊണ്ടാണ് പണ്ട് മഹാനായ സുൽത്താനുലമയിൽ AP ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആ AP ഉസ്താദ് കൊട്ടപ്പുറത്ത് സംവാദം നടത്തുമ്പോ ഇവരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. ഇവരെ അനങ്ങിയാ ശിർക്കാക്കണ കൂട്ടരല്ലേ? ഉസ്താദ് ചോദിച്ച ചോദ്യം എന്താ അറിയോ? എന്താ ശിർക്ക് എന്നാ ചോദിച്ചത്. അപ്പൊ പ്രസംഗിക്കണ മൗലവി അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, അനക്കറിയോ ചോദിച്ചു. ഞാൻ നോക്കിയിട്ടില്ല. മറ്റാൾ ചോദിച്ചു, അനക്കറിയോ ചോദിച്ചു. നല്ല രസമുള്ള ഒരു കലാപരിപാടിയായിരുന്നു. മൗലവി ഒപ്പിച്ചു നോക്കി. ഇന്ന ശിർക്കൽ ദുൽമുൻ അദീം. AP ഉസ്താദ് പറഞ്ഞത് ശിർക്ക് ഗൗരവാന്നേ അതിന്റെ അർത്ഥമുള്ളൂ, ശിർക്കിന്റെ ഡെഫിനിഷൻ അല്ല. ശിർക്ക് എന്താന്ന് ചോദിച്ചാൽ ഇവർക്കിട്ട് അറിയില്ല. അനങ്ങിയൊക്കെ ശിർക്കാണേനു. ഈ ശിർക്കാൻ അള്ള പൊറുക്കാത്തൊരു പാപ. ഇവര് നമ്മളെ പേരിൽ കെട്ടിവെക്കണ ആരോപണങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ള പൊറുക്കാത്ത ഒരു മഹാപാപമാണ് ശിർക്ക്. ആ ശിർക്ക് ചെയ്യുന്നവരാണ് സുന്നികളെന്നാണ് ഇവരെ വിശ്വാസം. മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാര്, ആ ഹസൻ മുസ്ലിയാര് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് ഇവരുടെ നേതാവ് ഉമർ മൗലവി എഴുതിയ കത്തിൽ എന്താ പറയണറിയോ? അസം മൗലിയരോട് പറഞ്ഞത്, അസ്ലിം തസ്ലിം, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആയിക്കോളിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ ആലോചിച്ചു നോക്കണം. അസം മുസ്ലിയാരോട് ഷഹാദത്ത് കലിമ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. ഇനി മാത്രമല്ല, തീർന്നില്ല, നല്ല രസമുണ്ട്. ഇയാൾക്ക് ഇതിലെ വിമർശനം വന്നു. ആ വിമർശനം വന്ന സമയത്ത് ഇയാൾ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയെന്നറിയോ? എന്തിനാണ് അങ്ങനെ അസം മൗലിയരെ ഈ കോലത്തിൽ കത്തെഴുതി നിങ്ങൾ ഈ രൂപത്തിൽ വിമർശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞതാ, അസം മൗലിയരെ വാക്കും പ്രവൃത്തിയും ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അയാൾ പച്ച കാഫറാണെന്നാണെന്നാണ്. മുജാഹിദിന്റെ മൗലവി എഴുതിയതാണ്. മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാര്, ആ മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദിനെ കുറിച്ച് സൽസബിയിൽ എഴുതിയതെന്ന് എന്റെ കയ്യിലുണ്ടത്. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത്? സൽസബിയിൽ ചോദ്യം. അതിൽ സൽസബിൽക്കാരന്റെ ഉത്തരം എന്താണെന്നറിയോ? EK അബൂബക്കർ മുസ്ലിയാരുടെ വാക്കും പ്രവൃത്തിയും ശ്രദ്ധിച്ച് അതിന്റെ പിന്നാലെ പോയാൽ ഓൽ ഇസ്ലാം തന്നെ തെറിച്ചു പോകുന്നുള്ളതാ. സൽസബിയിൽ എഴുതിയതാണത്. അപ്പൊ ഈ നിലക്ക് മനുഷ്യന്മാരുടെ പേരിൽ ശിർക്ക് ആരോപിക്കുന്നു, കുഫർ ആരോപിക്കുന്നു. ഇവരാണെങ്കിലോ ദീന് പഠിച്ചിട്ടില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവരെ തൗഹീദ് ഇവർ ക്ഷണിക്കുന്നത്, ഇവരെ തൗഹീദിന്റെ ഒരു സാമ്പിൾ ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. ഇത് തൗഹീദ് ഒരു പഠനം എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ കണ്ടോ നിങ്ങൾ? CP ഉമർ സുല്ലമിയുടെ പുസ്തകം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളി. ഇവരെ വിവരക്കേട് എത്ര അറിയങ്ങള്? മലയാളത്തിൽ അച്ചടിച്ചോലോ ഈ ഇമാതിരി ഒരു പൊട്ടത്തരം, എന്നിട്ട് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വായിച്ചു തരാം. ഇതിന്റെ 210-ാമത്തെ പേജ്. സഹായം ആവശ്യപ്പെടുന്നവൻ അയാളുടെ അറിവനുസരിച്ച് സഹായിക്കാൻ കഴിയുന്നവനോട് അയാൾക്ക് സഹായിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ സഹായം ആവശ്യപ്പെടാൻ പറ്റുകയുള്ളൂ.
വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുവൻ തച്ചുശാസ്ത്ര വിദഗ്ധനായ ഒരു എഞ്ചിനീയറുടെ സഹായം തേടുന്നുവെങ്കിൽ അത് അനുവദനീയമാണ്. എന്നാൽ വൈദ്യശാസ്ത്രത്തിൽ വിദഗ്ധനായ ഒരു പിശഗ്വരനോടാണ് സഹായം തേടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏത് കാര്യത്തിനും സഹായിക്കാനുള്ള കഴിവ് ആർക്കും അല്ലാഹു നൽകാമല്ലോ എന്ന അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഹായം തേടുന്നതെങ്കിൽ അത് അല്ലാഹുവോട് പങ്കു ചേർക്കുന്ന മഹാപാപമാണ്. തിരിഞ്ഞപ്പോ എന്താണ്? അതായത് വീടുണ്ടാക്കുന്ന ഒരാളോട് തച്ചുശാസ്ത്ര വിദഗ്ധനായ ഒരു എഞ്ചിനീയറോടാണ് സഹായം തേടേണ്ടത്. അയാളോട് ഡോക്ടറോട് പോയി സഹായം തേടാൻ പാടില്ല. ഇനി തിരിച്ച് ചെയ്തു എന്ന് വെക്കുക. ഇവിടെ വീടുണ്ടാക്കാൻ പോകുന്ന ഒരാൾ ഡോക്ടറോട് സഹായം തേടി, ഇവര് പറഞ്ഞെന്തറിയോ? ശിർക്ക് ചെയ്തു. അതെങ്ങനെ ശിർക്കാകലത്? അതെങ്ങനെ ശിർക്കാകല്? ഇതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ മുന്നിൽ കിട്ടണമെന്ന്. ഇങ്ങനെ എഴുതി മനുഷ്യന്മാരുടെ പേരിൽ പലതും ശിർക്കാക്കുക. അഹ്ലു സുന്ന വൽ ജമാഅയുടെ ആളുകൾക്കില്ലാത്ത വിശ്വാസം സുന്നികളുടെ മേലിൽ വെച്ച് കെട്ടുക. ഇതാണ് ഇവരുടെ കലാപരിപാടി. സുന്നികൾക്കില്ലാത്ത വിശ്വാസം. ഇപ്പോ കാര്യമായിട്ട് ഞാൻ ഇവരുടെ ഒരു മൗലവി പ്രസംഗിക്കുന്നത് കേട്ടു. അയാളൊരു പാട്ട് പാടും. ഇങ്ങനെയാണ് കാര്യമായിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവിടെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നിട്ട് അയാൾ കാര്യമായിട്ട് പാടുന്ന ഒരു പാട്ടാണ്. എന്താ പാട്ട്? പാട്ട് മടവൂര് പടച്ചോനാണ്. മടവൂര് പടച്ചോനാണ്. മടവൂര് പടച്ചോനാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലക്ക് വെളിവില്ലാത്തവനാണെന്ന് ഞങ്ങളതിനെ കുറിച്ച് പറയുള്ളൂ. നിങ്ങൾ വിചാരിച്ചെന്താ ഞങ്ങളതിൽ തലയിലേറ്റുന്നോ? മടവൂര് അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾ പറയല അയാൾ ഭ്രാന്തനാണ് എന്നാ. അത് ഭ്രാന്ത് നിങ്ങൾക്കായതുകൊണ്ടാണ് കാണുന്നത് മുഴുവൻ മനുഷ്യന്മാർക്കും ഭ്രാന്താന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഔലിയാക്കളുടെ ലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ. ഇപ്പൊ ഇദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു, മറഞ്ഞ കാര്യം അത് പറയാൻ മടവൂരിന് കഴിയോ? മറഞ്ഞ കാര്യം പറയാൻ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് കഴിയോ? ഭയങ്കര സംശയം. ഭയങ്കര സംശയമാണ്. എങ്ങനെ മറഞ്ഞ കാര്യം പറയാ? അത് അള്ളാഹ്ക്കല്ലേ കഴിയുള്ളൂ. ഔലിയാക്കൾക്ക് എങ്ങനെയാണ് മറഞ്ഞ കാര്യം? അത് നിങ്ങൾ ദീന് പഠിക്കാത്തോണ്ടാണ്. അതിനാദ്യം മനസ്സിലാക്കേണ്ട അറിയാം, വലിയ ആരാന്ന് മനസ്സിലാക്കണം. വലിയ ആരാന്ന് പറഞ്ഞാൽ ആരാ വലിയ? അതിങ്ങനെ എന്തെങ്കിലും ചെപ്പടി വിദ്യ കാണിച്ച് ഒരു വേഷം കെട്ടി വരുന്നവനല്ല വലിയ. അതിന് നല്ല അധ്വാനമുണ്ട്. നോക്കൂ, ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, അല്ലാഹു തആല പറയാണ്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹറബ്. എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യുന്നു. യുദ്ധപ്രഖ്യാപനം. എന്നിട്ട് അല്ലാഹു പറയാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി. ഒരടിമ എന്നിലേക്ക് അടുക്കാൻ ഏറ്റവും അഭികാമ്യമായത് ഫർളായ ഇബാദത്ത് കൊണ്ടാണ്. അതിനേക്കാളും വേറെ കാര്യമില്ല. വലിയായിട്ട് ഫർള് ഒഴിവാക്കി നടക്കണവനൊന്നും വലിയാവൂല. ഔലിയാക്കൾ ഓല് ഫർള് നിസ്കരിക്കാതെ നടക്കണവരല്ല. അങ്ങനെ നിസ്കരിക്കാതെ നടക്കണവര് വലിയുണ്ടാവൂല. അതൊക്കെ നമ്മളെ ഉസ്താദുമാര് എത്ര കൃത്യമായി പറഞ്ഞതാ. ഇനി നോക്കൂ നിങ്ങൾ, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി. സുന്നത്തായ ഇബാദത്ത് അധികരിപ്പിച്ചുകൊണ്ട് ഒരു അടിമ അല്ലാഹുവിലേക്ക് അടുക്കുന്നു, ഹത്താ ഉഹിബ്ബ, അള്ളാന്റെ പ്രിയം നേടുന്നത് വരെ. ഐച്ഛികമായ ഇബാദത്ത് അധികരിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നു, അള്ളാഹ് അയാളെ ഇഷ്ടം വെക്കുന്നു. ഒരടിമയെ അള്ളാഹ് ഇഷ്ടം വെച്ചാലോ? ഇനിയാണ് മുജാഹിദ് കേൾക്കേണ്ടത്. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഫഇദാ അഹബ്ബതുഹു, അങ്ങനെ ഞാൻ അയാളെ ഇഷ്ടം വെട്ട് കഴിഞ്ഞാൽ അള്ളാഹ് പറയാണ്, കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാതു പിന്നെ ഞാനാണ്. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണു പിന്നെ ഞാനാണ്. വയദഹു അല്ലതീ യബ്തുശു ബിഹാ, അവൻ പിടിക്കുന്ന കയ്യു പിന്നെ ഞാനാണ്. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാലു പിന്നെ ഞാനാണ്. വഇൻ സഅലനീ ലഉതിയന്ന, അങ്ങനത്തെ ഒരടിമ എന്നോട് എന്തു ചോദിച്ചാലും ഞാനത് കൊടുക്കുക തന്നെ ചെയ്യും. എന്താണ് ഈ അള്ളാഹ് കണ്ണാവുക എന്ന് പറഞ്ഞ അർത്ഥം? അള്ളാഹ് കാതാവുക എന്ന് പറഞ്ഞ എന്താർത്ഥം? അള്ളാഹ് കയ്യാവുക എന്ന് പറഞ്ഞ എന്താർത്ഥം? അള്ളാഹ് കാലാവുക എന്ന് പറഞ്ഞ എന്താർത്ഥം? എന്റെ വക ഞാൻ അർത്ഥമേ പറയുന്നില്ല. ഞങ്ങളെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ഹദീസ് വായിച്ചിട്ട്